ഓപ്പറേഷൻ ബാർകോഡുമായി ബന്ധപ്പെട്ട് ബാറുകളിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന. സെക്കൻഡ് എന്ന വ്യാജമദ്യം ബാറുകളിൽ വിൽക്കുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടക്കുന്നത്. ടി.എസ്. ഹരികൃഷ്ണൻ ചേരുന്നുണ്ട്. ഹരി, എന്തൊക്കെ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് വിജിലൻസിന്? ഈ സെക്കൻഡ് എന്ന പേരിൽ അത് ഏതൊക്കെ ബാറുകളിലാണ് ഇങ്ങനെയുള്ള പരിപാടി നടക്കുന്നത്? ഇപ്പോൾ പരിശോധന എവിടെയൊക്കെയുണ്ട്? 66 ബാറുകളിലാണ് പരിശോധന നടന്നത്. ഈ സെക്കൻഡ് എന്ന പേരിൽ വ്യാജമദ്യ വിൽപ്പന എന്ന് വിവരം ലഭിച്ചതിനെ തുടർന്നായിരുന്നു ഇങ്ങനെ ഒരു പരിശോധന വിജിലൻസിന്റെ നേതൃത്വത്തിൽ നടന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സാധാരണ ഈ വ്യാജമദ്യമൊക്കെ പിടികൂടേണ്ടത് എക്സൈസ് ആണ്. എക്സൈസിന്റെ പരിശോധനയാണ് സാധാരണ നടക്കാറ്. ഇതിപ്പോൾ എക്സൈസിലെ ചില ഉദ്യോഗസ്ഥർക്കെതിരെയും ചില പരാതികൾ വന്നതായി വിവരമുണ്ട്. അതായത് ബാറുകാരിൽ നിന്ന് പണം വാങ്ങി കൈക്കൂലി വാങ്ങുന്നതായി എക്സൈസിലെ ചില ഉദ്യോഗസ്ഥർ അങ്ങനെ പണം വാങ്ങുന്നതായുള്ള വിവരം ലഭിച്ചു. അതുകൊണ്ട് തന്നെ എക്സൈസിന്റെ സർക്കിൾ ഓഫീസുകളിലും പരിശോധന വിജിലൻസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. വിജിലൻസ് ഡയറക്ടറുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പരിശോധന നടത്തിയത്. പരിശോധന ഇന്ന് നടത്തിയതാണെങ്കിലും ഇനിയും തുടരാനാണ് സാധ്യത. ഇത് നേരത്തെ ഇങ്ങനെയുള്ള സംശയങ്ങളും പരാതികളും ഒക്കെ ലഭ്യമായിരുന്നു. അവിടെ എക്സൈസിന്റെ റോൾ എന്താണ്? ഇങ്ങനെ ഈ പണം വാങ്ങുകയും അല്ലെങ്കിൽ അവിഹിതമായിട്ടുള്ള ഇടപാടുകൾക്ക് കൂട്ടുനിൽക്കുന്നു എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നോ ഹരി? വിജിലൻസിന്റെ ഇങ്ങനെ ഒരു പരിശോധനയ്ക്ക് കാരണം തന്നെ അതാണ്. അതായത് സാധാരണ നമ്മൾ ഈ ബാറുകളിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള വ്യാജമദ്യവും മറ്റുമൊക്കെ പിടികൂടുന്നത് എക്സൈസിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പരിശോധനയുടെ ഭാഗമായിട്ടാണ്. അങ്ങനെ പരിശോധന വ്യാപകമായി സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. അത്തരം കേസുകൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനിടയിൽ തന്നെ ചില ഉദ്യോഗസ്ഥർ ബാറുകാരിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്നു എന്നുള്ള വിവരം ലഭിക്കുകയും ഒപ്പം തന്നെ ഇതുപോലുള്ള ഈ വ്യാജമദ്യം ഈ സെക്കൻഡ് എന്ന പേരിൽ വ്യാജമദ്യം വിൽപ്പന നടത്തുന്നു എന്നുള്ള വിവരവും കൂടെ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അത് വ്യാപകമായതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു പരിശോധന വിജിലൻസിന്റെ നേതൃത്വത്തിൽ തന്നെ നടന്നത്. ടി.എസ്. ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.